അവിടെയൊക്കെ മഴ ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ നല്ല മഴ തുടങ്ങി. ഇല്ല അല്ലേ? ഇവിടെ ഇപ്പൊ തുടങ്ങി. എന്തായി തീരും നോക്കാം. ഓക്കെ. ഓക്കെ. ശരി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 16 അധ്യായം 3, 4, 5 ഈ ഭാഗം നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് മാസ്റ്റർ മഹാശയൻ തൻ്റെ സാധനാ ജീവിതം ആരംഭിക്കാനായിട്ട് വളരെ അതായത് മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈ ഗൃഹസ്ഥാശ്രമം എന്നുള്ളതല്ല, മറിച്ച് സന്യാസത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് മനസ്സിലുള്ളത്. അതാണ് ഉള്ളിലുള്ളതെന്ന് ഭഗവാൻ അറിയാം. പക്ഷെ ഭഗവാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ മന്ത്രദീക്ഷ നൽകുകയും അത് കഴിഞ്ഞ് കുറെ കൂടെ ഇതുവരെയുള്ള ഒരു അവസ്ഥയിലല്ല മാസ്റ്റർ മഹാശയൻ തൻ്റെ ഇനിയുള്ള ഭഗവാനുമൊത്തുള്ള തൻ്റെ ജീവിതം അല്ലെങ്കിൽ ആ ഒരു കാലം ഇനി എങ്ങനെയാണ് മാസ്റ്റർ മഹാശയൻ അത് അനുഷ്ഠിക്കുന്നത് എന്നുള്ളതാണ്. അതിനുള്ള ചില തയ്യാറെടുപ്പുകളാണ് ഇനി ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മാസ്റ്റർ മഹാശയൻ അതായത് ഇതിപ്പോൾ ആദ്യം ഇവിടെ വരുമ്പോൾ, അതായത് ഇത് നമ്മുടെ ഈ 16-ാം അധ്യായം ആരംഭിക്കുന്നത് ഡിസംബർ 9-ാം തീയതിയാണ്. 1883 ഡിസംബർ 9-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് അവിടെ താമസിച്ച് സാധന ചെയ്യാനായിട്ട് മാസ്റ്റർ മഹാശയൻ വരുന്നത് 5 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ്. അതായത് 5 ദിവസം കൂടെ കഴിയുമ്പോൾ ഇവിടെ അത് ഡേറ്റ് നോക്കുമ്പോൾ ഡിസംബർ 14 വെള്ളിയാഴ്ച, 1883 ഡിസംബർ 14 വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചത്തെ വരവ് അവിടെ താമസിച്ച് ഭഗവാനോടൊപ്പം താമസിച്ച് ആ സാധനകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ തവണ അതായത് 9 വെള്ളിയാഴ്ച വന്നപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച വരുന്നതുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗം കഴിഞ്ഞ ദിവസം ആ ഭാഗത്തേക്ക് വായിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ മാസ്റ്റർ മഹാശയന് ആ സമയത്താണ് ഈ തവണ വന്നപ്പോഴാണ് മന്ത്രദീക്ഷ നൽകിയതായിട്ടുള്ള സൂചന നമ്മൾ കാണുന്നതും. അത് കഴിഞ്ഞ് മാസ്റ്റർ മഹാശയൻ ഭഗവാന്റെ അടുത്തിരുന്ന് ഭഗവാനുമായിട്ട് ചില സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതുമായിട്ടാണ് കഴിഞ്ഞ 3-ാം അധ്യായം ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ അത് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ആ അധ്യായത്തിലേക്ക് അല്ല പോയത്, മറിച്ച് മാസ്റ്റർ മഹാശയൻ ആദ്യമായി ഏതാണ്ട് 1 വർഷത്തിന് മുൻപ്, ഒന്നല്ല 14 മാസത്തിനു മുമ്പ് ഭഗവാനെ ആദ്യമായിട്ട് കാണാൻ വന്നത് മുതൽ ഈ പറഞ്ഞ ഡിസംബർ 1883 ഡിസംബർ 9-ാം തീയതി വരെയുള്ള ഇത് വായിക്കുന്ന ഈ ഭാഗം വരെയുള്ള മാസ്റ്റർ മഹാശയൻ്റെ പടിപടിയായിട്ടുള്ള ആ വളർച്ച, ആധ്യാത്മിക ജീവിതത്തിലുണ്ടായ വളർച്ചയുടെ ഒരു കാലമാണ് നമ്മൾ ഒന്ന് നോക്കിപ്പോയത്. എന്നിട്ടാണ് ഇപ്പോൾ ഈ സന്ദർഭത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇനി മാസ്റ്റർ മഹാശയൻ
ഈ ഒരു അധ്യായം മുതൽ മാസ്റ്റർ മഹാശയൻ പൂർണ്ണമായും ഒരു സാധകൻ്റെ മുഴുവൻ ജീവിതവും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനവുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മാസ്റ്ററോട് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട് പറഞ്ഞു, അധ്യായം 3 അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഭക്തമാല വായിച്ച് കേൾപ്പിക്കാനായിട്ട് പറയുന്നതായിട്ട് ഇതിലുണ്ട്. ഭക്തമാല. ഭക്തമാലയിൽ ജയമല്ല മഹാരാജാവിൻ്റെ ചരിത്രമാണ് മാസ്റ്റർ മഹാശയൻ ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നത്. അതായത് ആ ഒരു ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു വളരെ ഭക്തിയുടെ പാരമ്യതയിലേക്ക് ഏതൊരു സാധകനെയും എടുത്തുയർത്താൻ തക്ക ഒരു കഥയാണ് ഈ ഭക്തമാലയിലെ ഈ ജയമല്ല മഹാരാജാവിൻ്റെ കഥ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ ആ പർട്ടിക്കുലർ കഥ തന്നെ തിരഞ്ഞെടുത്ത് മാസ്റ്റർ മഹാശയനെ കൊണ്ട് വായിപ്പിക്കുന്നത്. രസകരമാണ് ആ കഥ. അത് നമ്മൾ ഇതിൽ വായിക്കാവുന്നതാണ്, എന്നാൽ അത് പറയുന്നത് ഒരു വലിയ രസകരമാണ്. നമുക്ക് തന്നെ ഒരു വലിയ ഉത്കർഷം ഉണ്ടാകും. അത് ആ കഥ നമ്മൾ തന്നെ ഒന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ, ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭക്തൻ എന്നുള്ള നിലയിലുള്ള ആർക്കും ഒരു മാനസികമായ ഉത്കർഷം ഉണ്ടാകുന്ന ഒരു കഥ കൂടിയാണ് ജയമല്ലൻ്റെ കഥ. അതായത് ജയമല്ല മഹാരാജാവ് അതിശക്തനായ ഒരു രാജാവാണ്. പക്ഷെ അദ്ദേഹം അതേപോലെ തന്നെ രാജ്യകാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധാലുവാണോ അതേപോലെ തന്നെയാണ് ഈശ്വരകാര്യത്തിലും ഭക്തിയുടെ കാര്യത്തിൽ. അപ്പം ദിവസേന നിത്യസാധന കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് ഏത് രാജ്യകാര്യവും. അപ്പം അദ്ദേഹം സാധാരണഗതിയിൽ അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് തൻ്റെ സാധന എല്ലാം തുടങ്ങി ഏകദേശം ഒരു 10, 11, 12 മണി വരെയും പൂജാമുറിയിലാണ്, ധ്യാനത്തിലൊക്കെയാണ് എന്നാണ് പറയുന്നത്. അത്രമേൽ അദ്ദേഹം സമയം പൂജാകാര്യങ്ങൾക്കായി ചെലവഴിച്ച ശേഷമാണ് പിന്നീടാണ് അദ്ദേഹം രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ വരിക. അപ്പം ഇങ്ങനെ ഇരിക്കുക അയൽ രാജ്യത്തെ രാജാവിന് ഒരു ഒരു താല്പര്യം ഈ രാജ്യം കീഴടക്കണമെന്ന്. പക്ഷേ ജയമല്ല മഹാരാജാവിനെ കീഴടക്കുക അസാധ്യമാണെന്നറിയാം. കാരണം അത്ര അതിശക്തനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ടൊരു യുദ്ധത്തിൽ കീഴടക്കാൻ പറ്റുകയേയില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അയൽ രാജ്യത്തെ രാജാവ് ചില ഗുപ്തചാരന്മാരെ ഈ രാജ്യത്തേക്ക് അയക്കുകയാണ്. ശത്രു രാജാവ് കുറച്ച് ചാരന്മാരെ ഈ രാജ്യത്തേക്ക് അയച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് നോക്കി വരാൻ പറയുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റാൽ ഏതാണ്ട് 11 മണി വരെ പൂജയും കാര്യങ്ങളും സാധനയുമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം പൂജാമുറിയിൽ നിന്ന് പുറത്തു വന്ന ശേഷമേ മറ്റ് രാജ്യകാര്യങ്ങൾ നോക്കൂ. ഇതൊരു നല്ല അവസരമാണ്. ഈ അവസരം നോക്കി ആ രാജ്യത്തെ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും ആ രാജാവിനെ കീഴടക്കാൻ പറ്റുമെന്ന് ശത്രു രാജാവിന് മനസ്സിലായി. അങ്ങനെ ശത്രു രാജാവ് തൻ്റെ പടയാളികളെ എല്ലാം കൊണ്ടുവന്ന് ജയമല്ല രാജാവിൻ്റെ കോട്ടയ്ക്ക് വെളിയിൽ ദൂരെ എല്ലാം അണിനിരന്ന് സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. ഒരു ദിവസം പെട്ടെന്ന് വന്ന് ഇതെല്ലാം അങ്ങ് അണിനിരക്കും. പെട്ടെന്ന് സേനാനായകൻ നോക്കിയപ്പോൾ ദൂരെ ശത്രുരാജ്യത്തിൻ്റെ പടയാളികൾ വന്ന് അണിനിരന്നു കഴിഞ്ഞു. നേരെ ഈ സേനാനായകൻ കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ അന്തഃപുരത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദമില്ല. പുറമേ നിന്നുള്ള ഒരു മന്ത്രി ആയാലും ശരി, അല്ലെങ്കിൽ സേനാനായകനൊന്നും അന്തഃപുരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പൂജാമുറി ഇരിക്കുന്ന അന്തഃപുരത്തിലാണ്. അപ്പോൾ രാജാവിൻ്റെ അന്തഃപുരത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യം രാജമാതാവും ഒക്കെ ഉള്ള ഒരു ചുറ്റുപാടുണ്ട്. അപ്പോൾ അവിടെയൊന്നും പ്രവേശിക്കാൻ പറ്റില്ല. അവസാനം രാജമാതാവിനോടാണ് സേനാനായകൻ ഈ വിശേഷം പറയുന്നത്. ശത്രു രാജ്യം നമ്മെ കീഴടക്കാനായിട്ട് വന്നു കഴിഞ്ഞു എന്ന് പറയും.
ഉടൻ തന്നെ രാജമാതാവ് ചെന്ന് ജയമല്ല മഹാരാജാവിൻ്റെ പൂജാമുറിക്ക് അവിടെ ചെന്നു. അപ്പോൾ പൂജാമുറി അടച്ചിരിക്കുകയാണ്, അത് തുറന്നിട്ടില്ല, അവിടെ പൂജ നടക്കുകയാണ്. കുറേ കഴിഞ്ഞ് ഈ അമ്മ രാജമാതാവ് ഇതെങ്ങനെയാണ് രാജാവിനോട് ഇത് അവതരിപ്പിക്കേണ്ടതെന്നറിയില്ല. അവരാണെങ്കിൽ ബഹളമെല്ലാം കൂട്ടി പേടിച്ച് വിറച്ച് നിലവിളിച്ചു. എല്ലാം പോയി, എല്ലാം തുലഞ്ഞു എന്ന് തന്നെ അവർ വിചാരിച്ചു. കാര്യം ശത്രുരാജ്യം ഇപ്പം നമ്മെ കീഴടക്കും, എന്നിട്ട് നിനക്കൊരനക്കമില്ലല്ലോ എന്നുള്ള മട്ടിൽ ആ രാജമാതാവ് കരയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ബഹളമെല്ലാം കേട്ടപ്പോൾ പൂജാമുറിയിലിരിക്കുന്ന ബഹളം കേട്ട ജയമല്ലൻ പെട്ടെന്ന് ഇതിൽ നിന്ന് മാറിയിട്ട് രാജമാതാവിനോട് ചോദിച്ചു, അമ്മേ, എന്താ അമ്മയുടെ ദുഃഖം എന്താണ്? അമ്മ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അഥവാ ആരെങ്കിലും വന്ന് ഈ രാജ്യത്തെ കീഴടക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു എങ്കിൽ, അതിൻ്റെ അർത്ഥം ഇതെല്ലാം എനിക്ക് തന്നവൻ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. നമുക്ക് ആ സങ്കല്പം, ഇതെല്ലാം എനിക്ക് ആരാണോ ഈ രാജ്യവും ഈ ഭരണവും ഈ അധികാരവും ഈ സമ്പത്തും എല്ലാം ആരാണോ എനിക്ക് നൽകിയത്, അവൻ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതും അവൻ്റെ ഉത്തരവാദിത്വമാണ്, എൻ്റെതല്ല. കാര്യം ഇത് അവൻ എനിക്ക് തന്നതാണ്. ഇതാരെങ്കിലും കൊണ്ടുപോകുന്നുവെങ്കിൽ ഞാൻ ഭഗവാന്റെ മുമ്പിൽ നിന്ന് പൂജ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇടവേളയിൽ ആരെങ്കിലും ഇതെല്ലാം തട്ടിക്കൊണ്ട് പോകുന്നുവെങ്കിൽ അത് മുഴുവനും അവൻ തന്നെ അവർക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ ഒരു വിഷമവുമില്ല, ഞാനിത് ശ്രദ്ധിക്കുന്നേയില്ല. ഞാൻ എൻ്റെ ആ ഭഗവാന്റെ ആ പൂജയിൽ മുഴുകിയിരിക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ ആ രാജാവ് അവിടെ പൂജാമുറിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം രാജാവ് പൂജിക്കുന്ന ആ ദേവൻ ശ്യാമളസുന്ദരൻ എന്നാണ്. ശ്യാമളസുന്ദരൻ എന്നാണ് ആ ഭഗവാന്റെ ആ ഈശ്വരീയ നാമം എന്ന് പറയുന്നത്, ശ്യാമളസുന്ദരൻ എന്നാണ്. അപ്പം ഇങ്ങനെ രാജാവ് ഏതായാലും പൂജാമുറിയിൽ ഇരിക്കുന്നു. പെട്ടെന്നാണ് രാജാവിൻ്റേതായ ഒരു കുതിരയുണ്ട് പുറത്ത്. ആ കുതിരപ്പുറത്താണ് രാജാവ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി യുദ്ധമായാലും ശരി അല്ലെങ്കിലൊക്കെ രാജാവ് പോകുന്നത് ആ കുതിരപ്പുറത്താണ്. അപ്പോൾ ആ കുതിരപ്പുറത്ത് ഒരു യോദ്ധാവ് കയറി, ശ്യാമളസുന്ദരൻ എന്ന യോദ്ധാവ് കുതിരപ്പുറത്ത് കയറി നേരെ ശത്രു സൈന്യത്തിന് നേരെ കുതിരയെ ഓടിച്ചുകൊണ്ട് സകല ആയുധങ്ങളും കൊണ്ട് ഈ ശത്രു സൈന്യത്തിന് നേരെ ചെല്ലുകയാണ്. മുഴുവൻ സൈന്യത്തെയും തച്ചുടച്ച് വെട്ടി വീഴ്ത്തി ഓടിച്ച് അവിടെ മുഴുവനും ക്ലീനാക്കി. എന്നിട്ട് ശ്യാമളസുന്ദരൻ തിരിച്ച് ആ കുതിരപ്പുറത്ത് കൊട്ടാരത്തേക്ക് തിരിച്ചു വന്ന് കുതിരയെ പഴയ പോലെ കെട്ടിയിട്ട് പോവുകയും ചെയ്തു. ഇതെല്ലാം സംഭവിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് രാജാവ് പൂജയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. അപ്പോഴാണ് രാജാവ് പറഞ്ഞു, അപ്പോൾ ഏതായാലും ശത്രുരാജ്യം വന്നിരിക്കുകയാണല്ലോ, എന്നാൽ ശത്രുരാജ്യം വന്ന സ്ഥിതിക്ക് എന്തായി കാര്യം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ തൻ്റെ കുതിര വളരെ വിയർത്ത് ഏതോ ഒരുപാട് അധ്വാനിച്ചിരിക്കുന്ന ഒരു ലക്ഷണം കുതിരയിൽ കണ്ടു. അപ്പോഴാണ് ആ കുതിര യുദ്ധത്തിന് പോയി ശത്രുരാജ്യത്തെ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കിയിരിക്കുന്നു. ഉടൻ രാജാവ് ശത്രു സൈന്യങ്ങൾ വീണ് കിടക്കുന്ന ആ യുദ്ധകളത്തിലേക്ക് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ശത്രു രാജാവും ഏകനായി മുട്ടുകുത്തി ആ യുദ്ധകളത്തിൽ തൊഴുകൈയോടുകൂടി നിൽക്കുകയാണ്. എന്നിട്ട് ആ ശത്രു രാജാവ് ഈ രാജാവിനോട്, അതായത് ജയമല്ല മഹാരാജാവിനോട് കേണപേക്ഷിക്കുകയാണ്. എനിക്ക് മനസ്സിലായി ആരാണ് വന്നെന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചതെന്ന്. ശ്യാമളസുന്ദരനായ യോദ്ധാവ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ രാജ്യവും എൻ്റെ സമ്പത്തും എൻ്റെ എല്ലാം ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു എന്നാണ് ആ ശത്രു രാജാവ് ജയമല്ലനോട് പറയുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ രസകരമായ ഈ കഥയുടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ, ജയമല്ലൻ ഓർക്കുകയാണ്, ഈ ശത്രു രാജാവ് എത്രയോ വലിയ ഭാഗ്യവാനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ താനാണ് ഈശ്വരനെ പൂജിക്കുന്നത്. അപ്പം ശ്യാമളസുന്ദരനെ പൂജിക്കുന്നത് താനാണ്. താൻ ആ ശ്യാമളസുന്ദരൻ്റെ ഭക്തനാണ്.
പക്ഷെ ശ്യാമളസുന്ദരൻ ഒരിക്കൽ പോലും തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല. എന്നാൽ ഈ ശത്രു രാജാവിന് ആ ശ്യാമളസുന്ദരനുമായിട്ട് ഇടപഴകാൻ എത്രയോ അവസരം ഈ സന്ദർഭത്തിൽ കിട്ടി. ശ്യാമളസുന്ദരൻ ആ ശത്രു സൈന്യത്തെ കീഴടക്കുമ്പോൾ ഈശ്വരനുമായിട്ടാണ് താൻ ഏറ്റുമുട്ടുന്നത് എന്ന് ശത്രു രാജ്യത്തെ രാജാവിന് മനസ്സിലാകുന്നു. അപ്പം അദ്ദേഹം എത്ര ഭാഗ്യവാനാണ്. ഈശ്വരനെ നേരിട്ട് കാണാൻ കഴിഞ്ഞ അദ്ദേഹം എത്രയോ വലിയ ഭാഗ്യവാനാണ്. ഇതാണ് ആ കഥയുടെ പൊരുൾ. ആ കഥയുടെ പല ആംഗിൾ ഇതാണ്. അതായത് ഇതിനകത്തെ ആദ്യത്തെ ആംഗിൾ എന്ന് പറയുന്നത്, നമ്മൾ ഒരു സാധകനാണ്. ഇത് മാസ്റ്റർ മഹാശയനെ ഒരു സാധകന്റെ ജീവിതം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കഥ വായിക്കാൻ പറഞ്ഞത്. അപ്പം ഇവിടെ ഒരു സാധകന്റെ മനോനില എന്താണ് എന്ന് ഈ കഥയിലൂടെ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈശ്വര പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ മറ്റൊന്നിനും വേണ്ടി വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. തനിക്കുള്ളത് എന്തെങ്കിലും തൻ്റേതായിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ അത് ഏതൊരു ഈശ്വരനെയാണോ ഞാൻ ആരാധിക്കുന്നത് ആ ഈശ്വരൻ്റേതാണ്. തന്നിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഞാൻ ആരാധിക്കുന്ന എൻ്റെ ഈശ്വരൻ തന്നെയാണ് എന്നിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. അപ്പോൾ ഒന്ന് എനിക്ക് ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ എന്നിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതാണോ അല്ലെങ്കിൽ എന്നിൽ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണോ എന്നെല്ലാം നിശ്ചയിക്കുന്നത് ഈശ്വരനാണ്. എനിക്കിതിൽ ഒരു റോളുമില്ല. എൻ്റെ ഏക റോളെന്ന് പറയുന്നത് ജയമല്ലനെ പോലെ ആ ഈശ്വരൻ്റെ മുന്നിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുക എന്ന് മാത്രമാണ്. അവിടെ ഉണ്ടാകുന്നൊരു ഗുണം, ഞാൻ എത്രമാത്രം ഉയർന്ന നിലയിൽ ഒരു സാധകനാകുന്നുവോ, ഞാനുമായി ബന്ധപ്പെട്ട്, അതിപ്പോൾ ഒരു ശത്രു രാജ്യത്തുനിന്ന് വന്ന രാജാവായാലും ശരി, എനിക്ക് ചുറ്റുമുള്ളവരായാലും ശരി, ഈവൻ എൻ്റെ ഒരു കുതിരയാണെങ്കിൽ പോലും, നോക്കൂ, ആ കുതിരപ്പുറത്താണ് ഈശ്വരൻ സഞ്ചരിച്ചത്. അപ്പം ആ കുതിരയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഈശ്വരൻ യോദ്ധാവായിട്ട് സഞ്ചരിച്ച കുതിരയിലാണ് ഇനി ജയമല്ലൻ സഞ്ചരിക്കേണ്ടത്. ആ കുതിരയെ അപ്പോൾ എത്രമാത്രമാണ് ഈശ്വരൻ്റെ വാഹനമായി മാറിക്കഴിഞ്ഞു ആ കുതിര. അപ്പം ആ കുതിരയുടെ ആ മിണ്ടാപ്രാണിയുടെ പൊസിഷനിങ് എത്ര ഉയർന്നു. അതല്ല, ജയമല്ലൻ എന്ന് പറഞ്ഞ ഭക്തനെ ആക്രമിക്കാൻ വന്ന ശത്രുവിൻ്റെ അവസ്ഥ എത്രമാത്രം ഉയർന്ന നിലയിലായി. കാര്യം ഈശ്വര സാക്ഷാത്കാരം വരെ കിട്ടിപ്പോയി. അപ്പോൾ ഒരു ഭക്തനാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഭക്തനിലൂടെ ആരൊക്കെയാണ് ഈശ്വര സാക്ഷാത്കാരം നേടുന്നത്? ഒരുപക്ഷെ ഭക്തനിത് നേരിട്ടൊരനുഭവം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഈശ്വരൻ ഭക്തന് മുമ്പിൽ അവതരിക്കപ്പെടുന്നില്ല, പക്ഷെ ഭക്തന്റെ ശത്രുവിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു. പ്രഹ്ലാദൻ ഭക്തനാണ്, പക്ഷെ പ്രഹ്ലാദനേക്കാൾ ഹിരണ്യകശിപുവിനാണ് ഭാഗ്യം വന്നത്. ആ മടിയിൽ കിടന്ന് തൻ്റെ ജീവൻ വെടിയാനുള്ള ഭാഗ്യം. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചത് ഹിരണ്യകശിപുവിനാണ്. ഭക്തൻ ഒരു മാധ്യമമായി മാറുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭക്തൻ ഒരു കാരണമായി മാറുകയാണ് ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ ഭക്തൻ്റെ പൊസിഷനിങ് എന്താണ് എന്ന് മാസ്റ്റർ മഹാശയനെ ശ്രീരാമകൃഷ്ണദേവൻ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലാതെ ഭക്തൻ എല്ലാം നേടുകയും മറ്റുള്ള ആരും ഒന്നും നേടാതിരിക്കുന്നതല്ല ഒരു സാധകൻ്റെ ലക്ഷണം. സാധകനൊന്നുമില്ല, സാധകനുള്ളതാണ് ഈശ്വരൻ. സാധകൻ ഈശ്വരൻ മാത്രമാണ് ആശ്രയം. പക്ഷെ മറ്റ് എല്ലാ ഘടകങ്ങളും, ഒരു ലൗകിക ജീവിതത്തിലെ മറ്റെല്ലാ ഘടകങ്ങളും മറ്റുള്ള എല്ലാവർക്കും ലഭ്യമാകുന്നത് ഈ സാധകന്റെ സാധനയുടെ ശക്തി കൊണ്ടാണ്. അതാണ് ജയമല്ലൻ്റെ ശത്രു രാജാവിന് പോലും ഇത്രയും വലിയ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചത് എന്ന് ഈ കഥയിലൂടെ ശ്രീരാമകൃഷ്ണദേവൻ ആ സാന്ദർഭികമായിട്ടാണ് ആ കഥ വായിപ്പിക്കുന്നത് മാസ്റ്റർ മഹാശയനെ കൊണ്ട്. എന്നിട്ട് ഭഗവാൻ ചില ചോദ്യങ്ങൾ പിന്നെ തുടർന്ന് ചോദിക്കുകയാണ്. ഒരു കഥ മാത്രം പറയുകയല്ല. കാരണം നോക്കൂ, ഒരു മാസ്റ്റർ മഹാശയനുമായിട്ടുള്ള ആ മാസ്റ്റർ മഹാശയൻ്റെ അവസ്ഥയ്ക്ക് വരുന്ന മാറ്റം, അല്ലെങ്കിൽ ഭഗവാൻ എത്രമാത്രമാണ് ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ ആ
സാധകനെ എത്രമാത്രമാണ് ആധ്യാത്മിക പാതയിൽ ഒരുക്കിക്കൊണ്ട് വരുന്നത് എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടിയാണിത്. ഇനി ഇത് തന്നെയാണ് ഈ വചനാമൃതമാകെ തുടർന്നു പോകുന്നത്. ഈ ഒരേ കണ്ടീഷനിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ഈ കഥയെല്ലാം വായിപ്പിച്ചതിന് ശേഷം ശ്രീരാമകൃഷ്ണദേവൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്കിതിൽ വിശ്വാസമുണ്ടോ ഈ കഥയിൽ? അതായത് ഒരു രാജാവ് തൻ്റെ പൂജാമുറിയിലിരുന്ന് പൂജ നടത്തുന്നു. ശത്രു രാജാവ് ആക്രമിക്കാൻ വരുന്നു. പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഗ്രഹം, തൻ്റെ ആ ദേവൻ, ഇഷ്ടദേവൻ യോദ്ധാവിൻ്റെ വേഷം ധരിച്ച് ആ രാജാവിൻ്റെ തന്നെ കുതിരപ്പുറത്ത് കയറിപ്പോയി ശത്രു രാജ്യത്തെ കീഴടക്കുന്നു. എന്നിട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെ ഒരു കഥയിൽ എന്തെങ്കിലും വിശ്വാസ്യത നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ മാസ്റ്റർ മഹാശയൻ വളരെ വ്യാകുലനായിട്ട് പറയുന്നത്, മാസ്റ്റർ മഹാശയൻ പറയും, ഭക്തൻ വ്യാകുലനായിട്ട് വിളിച്ചു എന്നൊക്കെ അത് വിശ്വസിക്കാം, അതൊക്കെ മനസ്സിലാക്കാം. അത്രയും ഭാഗം വരെ, അതായത് ആ ഭക്തൻ്റെ മാനസികാവസ്ഥയൊക്കെ ഒരുവിധം മനസ്സിലാക്കാം. പക്ഷെ ഭഗവാൻ ഈശ്വരൻ സവാരി ചെയ്തു വരിക, ശത്രു രാജാവ് കീഴടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സംശയം, യഥാർത്ഥത്തിൽ ശത്രു രാജാവ് വാസ്തവത്തിൽ ഈശ്വരനെ അങ്ങനെ നേരിട്ട് കണ്ടോ എന്നൊക്കെ ഉള്ളത് എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല, എനിക്കങ്ങ് മനസ്സിലാകുന്നില്ല ആ ഭാഗം. ഇത് മാസ്റ്റർ മഹാശയന് ഈ ഭാഗം മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ഈ കഥകളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഞാനിതിപ്പോൾ വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, ഒരു മലയാള സിനിമ ഈ കഴിഞ്ഞ അടുത്ത കാലത്തൊരു മലയാള സിനിമ വന്നത് ഓർക്കുന്നു. ഈ എന്താണ്, മാളികപ്പുറം എന്ന് പറയുന്നൊരു മലയാള സിനിമ വന്നിരുന്നു. അതിനകത്ത് അയ്യപ്പനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ശബരിമലയ്ക്ക് പുറപ്പെടുന്ന 2 കുഞ്ഞുങ്ങളെ സാക്ഷാൽ അയ്യപ്പൻ നേരിട്ട്, ഈ ജയമല്ലൻ്റെ അതേ കഥയല്ലേ അവിടെ നടന്നത്. ആ സിനിമയുടെ ത്രെഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ ജയമല്ല മഹാരാജാവിൻ്റെ കഥ തന്നെ അല്ലേ? എനിക്ക് ആ സിനിമയാണ് അപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ സാക്ഷാൽ അയ്യപ്പൻ ഒരു യോദ്ധാവിനെ പോലെ ആ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ വന്ന ഗൂഢസംഘത്തെ അമ്പും വില്ലും ഉപയോഗിച്ച് ആക്രമിച്ച് അവരെ തുരത്തുന്നു അയ്യപ്പൻ. പക്ഷെ അയ്യപ്പൻ ഏത് വേഷത്തിലാണ്? അവരുടെ കൂടെ വന്ന ഒരു സ്വാമി, ഒരു മറ്റൊരാൾ, ഒരു പോലീസ് സ്വാമിയാണ്. സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് സ്വാമിയുടെ കൂടെയാണ് ഈ കുട്ടികൾ. ആ പോലീസ് സ്വാമി ഈ കുട്ടികളെ കണ്ടുകൊണ്ട് കൂടെ ഓടിക്കേറിയത്. ആ ബസ്സിൽ കൂടെ വന്നപ്പോൾ ആ കുട്ടികളെ കണ്ട് പരിചയപ്പെട്ട പോലീസുകാരനാണ്. അപ്പോൾ പോലീസുകാരൻ ഈ കുട്ടികളുടെ കൂടെ നിൽക്കുകയും അതേസമയം ആ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ വന്ന ഗൂഢസംഘത്തെ എതിർത്ത് ഓടിക്കുകയും ചെയ്തത് സാക്ഷാൽ അയ്യപ്പനാണ്. ഇതാണ് ആ സിനിമയുടെ ത്രെഡ്. പക്ഷേ അങ്ങനെ ഇപ്പം ഈ മാസ്റ്റർ മഹാശയനോട് ചോദിച്ച പോലെ ഇതിലെത്ര മാത്രം ഭാഗം നമുക്ക് വിശ്വാസയോഗ്യമാണ് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട് ചോദിച്ച പോലെ നമുക്കും അവിടെ ഒരു ചോദ്യം, അങ്ങനെ അയ്യപ്പൻ പെട്ടെന്ന് ഇത് കയറി വരുമോ എന്നൊക്കെ നമുക്ക് സംശയം വരും. കാര്യം അത് നമ്മുടെ മനസ്സിൽ മായയുടെ ശക്തി കൂടുതലുള്ളത് കൊണ്ടാണ്, നമ്മുടെ കഴിവുകേടല്ല. അത് മുൻപൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അറിവുകേട് കൊണ്ടും നമുക്ക് ആധ്യാത്മികതയിലുള്ള പരിചയക്കുറവ് കൊണ്ടും നമുക്ക് ഇത്തരം കാര്യങ്ങൾ വായിച്ചുള്ള ശീലമില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഇത്തരം സാധനകളെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടുമൊക്കെ നമുക്കുണ്ടാകുന്ന അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നതായിരിക്കും എന്നാണ് പണ്ട് വിചാരിച്ചിരുന്നത്. പിന്നീടാണ് വചനാമൃത വായനയിലൂടെയാണ് ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടത്, നമ്മെ ഈ സംശയാലുവാക്കുന്നതെല്ലാം ഈ മായയുടെ ഒരു മറ കൊണ്ടാണ്. അത് ഭഗവാൻ തന്നെ, ഈശ്വരൻ തന്നെ സൃഷ്ടിക്കുന്ന ഒരു മായ. അത് ശ്രീരാമകൃഷ്ണദേവൻ ഒരുപാട് തവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വരൻ തന്നെ നേരിട്ട് സൃഷ്ടിച്ചത് മാത്രമേ ഉള്ളൂ.
പക്ഷെ നമ്മെ അത് ആ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത വിധം ഒരു മാനസികാവസ്ഥയിൽ നമ്മെ നിലനിർത്തുന്നത് ഈ മായ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പം മഴ, ഞാനിത് പറയുകയാണ്, ഇപ്പം മഴ ഇവിടെ നമ്മൾ ഈ സത്സംഗം തുടങ്ങാനായിട്ട് തുടങ്ങിയപ്പോൾ കൊടും മഴ അങ്ങോട്ട് പുറത്ത് അതിശക്തമായ മഴയായിരുന്നു ഇപ്പോൾ ആരംഭിച്ചത്. അപ്പോൾ ഇവിടുത്തെ തിരുവല്ലായിലെ ഈ സാഹചര്യം അനുസരിച്ച് ഒന്ന് മഴ പെയ്താൽ കറണ്ട് പോവും. പിന്നെ നമ്മുടെ ഈ സത്സംഗം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഈശ്വര അതിപ്പോൾ തുടങ്ങിയ സമയത്ത് തന്നെ കടുത്ത മഴയായല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്, മഴ പെയ്യുന്നുണ്ടോ അവിടെ എന്നൊക്കെ ചോദിച്ചത്. അപ്പം ഞാനിവിടെ ശാരദാദേവിയോട് ഇങ്ങനെ പറഞ്ഞു, ഭഗവാന്റെ കഥ പറയാനാണ്. അപ്പോൾ ആ കഥ പറയാനുള്ള സന്ദർഭം ഈ മഴയെ ഒന്ന് മാറ്റി വച്ചേക്കണം എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ അടുത്ത നിമിഷം മഴ പോവുകയും ചെയ്തു. അപ്പം അതെല്ലാം വളരെ ശാന്തമായി, വളരെ നല്ല അന്തരീക്ഷം. അപ്പം ഇതൊരു സ്വാഭാവികതയാണ്. പക്ഷേ ഇതിനെ ഈശ്വരനുമായിട്ട്, നമുക്ക് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നത് നമ്മൾ ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിച്ചുണ്ടാകുന്ന ഒരു ശീലം കൊണ്ട് നമ്മുടെ മനസ്സ് ആ ശീലത്തിലേക്ക് വന്നതുകൊണ്ട് നമുക്കത് ബോധ്യമായി. അപ്പം അതാണ് ഇതിനകത്ത്, അതാണ് ഇവിടെയും ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട് ചോദിച്ചത്. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നിനക്കത് വിശ്വാസയോഗ്യമായി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞതിൻ്റെ ഈശ്വരൻ സഹായിച്ചു എന്നൊക്കെ പറയുന്നത് സമ്മതിക്കാം. പക്ഷേ ഈശ്വരനൊരു യോദ്ധാവായി കുതിരപ്പുറത്ത് കയറി ശത്രുരാജാവിനായിട്ട് യുദ്ധം ചെയ്തു എന്ന് പറയുന്ന ഭാഗം വരുമ്പോൾ അതങ്ങോട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഭഗവാൻ അശ്വാരൂഢനായി വന്നെന്ന് വരാം, എന്നാലും അവർ അദ്ദേഹത്തെ കണ്ടോ എന്തോ. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഭഗവാൻ അശ്വാരൂഢനായിട്ട് യുദ്ധരംഗത്ത് പോയി കാണും, അതുവരെ സമ്മതിക്കാം. പക്ഷെ അവർക്കിതെങ്ങനെ കാണാൻ പറ്റും? ശത്രുരാജ്യത്തെ രാജാവ് ഇത് കണ്ടു എന്നാണ് പറയുന്നത്. അതെങ്ങനെ സാധ്യമാകും? അത്ര എളുപ്പമാണോ അവർക്ക് ഈശ്വരനെ കാണാൻ? അതാണ് ഇവിടെ ആ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സംശയത്തിൻ്റെ ഒരു ഘടകമാണ്. അപ്പം ശത്രുരാജ്യത്തെ രാജാവിന് ഈശ്വരനെ കാണാൻ പറ്റിയോ? ഈ സാധകനായ ജയമല്ലൻ രാജാവിന് ഈശ്വരനെ കാണാൻ പറ്റിയിട്ടില്ല. അതേസമയം ശത്രുരാജ്യത്തെ രാജാവിന് ഈശ്വരനെ കാണാൻ പറ്റിയെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ദഹിക്കുന്നില്ല, ആ ഭാഗം ദഹിക്കുന്നില്ല. അവിടെയാണ് അത് ഈ ഒരു സാധകന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. കാരണം ഒരു ഭക്തന്റെ ശക്തി കൊണ്ട് ശത്രുവിന്, ഈശ്വരനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, ഈശ്വരനെ ഒരിക്കൽ പോലും നാമം ജപിക്കാത്ത ഒരാൾക്ക് പോലും ഈശ്വര സാക്ഷാത്കാരം കിട്ടിപ്പോകത്തക്ക വിധമാണ് ഒരു ഭക്തനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഭഗവാൻ. അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ ചിരിച്ചുകൊണ്ട് ഈ ഭാഗത്ത്, അപ്പൊ ഈ മാസ്റ്റർ മഹാശയന്റെ ഈ ചോദ്യം കേട്ടിട്ട് ശ്രീരാമകൃഷ്ണദേവൻ അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല. ചിരിച്ചിട്ട് പറഞ്ഞു, ആ പുസ്തകത്തിൽ ഭക്തന്മാരെക്കുറിച്ച് നല്ല കഥകളുണ്ട്, പക്ഷേ നല്ല കഥകളൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഏകപക്ഷീയമാണത്. ഭിന്നാഭിപ്രായമുള്ളവരെ അത് നിന്ദിക്കുന്നു. അപ്പം അങ്ങനെ ഒരു വിമർശനം കൂടെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഭഗവാൻ എല്ലാ പൊസിഷനിലും നിന്നുകൊണ്ടാണ് ഭക്തനെ പരിഭാഗപ്പെടുത്തുന്നത്. ജയമല്ലൻ്റെ കഥ ഭക്തമാലയിൽ, ഭക്തമാല എന്ന് പറയുന്നത് ഭക്തന്മാരെ സംബന്ധിക്കുന്ന കുറേ കഥകളുടെ ഒരു സമാഹാരമാണ്. അപ്പം അതിനകത്ത് ഇത് ധാരാളം കഥകളുണ്ട്. എന്നാൽ അതൊക്കെ ഏകപക്ഷീയമാണ് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയും. ഏകപക്ഷീയം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ പക്ഷത്തു നിന്നും, അതായത് ഇപ്പോൾ മാസ്റ്റർ മഹാശയൻ ചോദിച്ച പോലെ ഒരു വിമർശനാത്മകമായ ചോദ്യം അങ്ങനെ ചോദിക്കുന്നവരെ അത് ആ കഥകൾ സഹായിക്കുന്നില്ല. കാരണം അത് ഏകപക്ഷീയമായി ഭക്തന്മാരുടെ മാത്രം ഭാഗത്ത് നിന്ന് എഴുതിയ കഥ പോലെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഭക്തി കഥകളുടെ എല്ലാം ഒരു പ്രോബ്ലം അതാണ്, ഏകപക്ഷീയമാണ്. അതായത് ഭഗവാനെ കുറിച്ച് ഏകപക്ഷീയമായിട്ട് എഴുതിയതാണ്. മറിച്ച് ഒരു വിമർശനം ഉന്നയിക്കുന്ന ഒരാൾക്ക് മറുപടി കൊടുക്കുന്ന തരത്തിൽ അതിനകത്ത് ചിലപ്പോൾ കാണില്ല. എല്ലാ കഥകളും അങ്ങനെയാണ്. ഈശ്വരീയമായ എല്ലാ കഥകൾക്കും
നമ്മൾ വെറുതെ ഒന്ന് നമുക്കറിയാവുന്ന എല്ലാ ഈശ്വര കഥകൾ എടുത്താലും അത് ഏകപക്ഷീയമാണ് എന്ന് ഭഗവാൻ ആദ്യം പറയും. എന്നാൽ ഭിന്നാഭിപ്രായമുള്ളവരെ അത് നിന്ദിക്കുന്നു. അതായത് ഭിന്നാഭിപ്രായമുള്ളവരെ നിന്ദിക്കുന്നു എന്ന്, അത് മലയാളം ട്രാൻസ്ലേഷൻ്റെ അതിൽ ഉപയോഗിച്ച വാക്കുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുന്നതാണ്. യഥാർത്ഥത്തിൽ അത് ഉദ്ദേശിക്കുന്നത് ഭിന്നാഭിപ്രായമുള്ളവരെ അത് ഉൾക്കൊള്ളുന്നില്ല, യുക്തിവാദികളെ അത് ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ പല ഈശ്വരീയ കഥകളുടെയും പ്രശ്നം അതായിട്ടാണ് ഭഗവാൻ തന്നെ. നോക്ക്, ഏതൊരു ഈശ്വരനാണ് ഇത്രയും കൃത്യമായിട്ട്, ഭഗവാൻ തന്നെയാണ് ഈ പറയുന്നത്, അല്ലാതെ ഇത് പറയുന്നത് യുക്തിവാദിയൊന്നുമല്ല. സാക്ഷാൽ അവതാരപുരുഷനായ ശ്രീരാമകൃഷ്ണദേവൻ തന്നെയാണ് പറയുന്നത്. തന്നെക്കുറിച്ചുള്ള ഈശ്വരീയ കഥകളിൽ ഭിന്നാഭിപ്രായമുള്ളവരെ അവരെ കണക്കിലെടുക്കുന്ന തരത്തിലല്ല കഥ എന്ന് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതൊരു യുക്തിവാദിയല്ല പറയുന്നത്, സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് പറയുന്നത്. ശരിയാണ്, ഈ ഭിന്നാഭിപ്രായമുള്ള, ഇപ്പം മാസ്റ്റർ മഹാശയൻ ഉന്നയിച്ച പോലൊരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അതിനകത്തില്ല. ഇപ്പം ഭഗവാൻ തന്നെയാണ് അത് പറഞ്ഞത്. നോക്കൂ, ഒരു ഭക്തനെ, ഒരു സാധകനായി, സമ്പൂർണ്ണ സാധകനാകുന്ന ഒരു ഭക്തനെ എങ്ങനെയൊക്കെയാണ് ഒരുക്കിയെടുക്കുന്നത്, എത്രമാത്രമാണ് ഒരുക്കിയെടുക്കുന്നത്. അതേസമയം മാസ്റ്റർ മഹാശയനോട് നേരിട്ട് വേണമെങ്കിൽ ഭഗവാന് പറയാം, അത് ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. അങ്ങനെയൊന്നും വിശ്വസിപ്പിച്ചില്ല. മാസ്റ്റർ മഹാശയൻ ഉന്നയിച്ച സംശയത്തെ ആ സംശയമായി തന്നെ ഭഗവാൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. നിന്റെ സംശയം ശരിയാണ്. അപ്പോൾ സാധകൻ്റെ സംശയങ്ങളെ ഒരു ഗുരു എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതും കൂടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ തോട്ടത്തിലെ വഴിയിൽ നിന്നുകൊണ്ട് ഗുരുദേവൻ സംഭാഷണം വീണ്ടും, അടുത്ത ദിവസവും ഈ മാസ്റ്റർ മഹാശയൻ അവിടെ ഉണ്ട്. അപ്പം രാവിലെ വീണ്ടും ഈ സംഭാഷണം തുടരുകയാണ്. അപ്പോഴാണ് മാസ്റ്റർ മഹാശയൻ പറഞ്ഞത്, ഞാൻ ഇവിടെ വന്ന് താമസിച്ചോളാം. അപ്പം ഇങ്ങോട്ട് താമസം മാറ്റാനുള്ള ആഗ്രഹങ്ങളൊക്കെ മാസ്റ്റർ മഹാശയൻ പതുക്കെ പ്രകടിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഇത്രയൊക്കെ ഇവിടെ വരുന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളൊക്കെ ഇങ്ങനെ കൂടെ ഇവിടെ വരുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ ആളുകൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെയോ സജ്ജനങ്ങളെയോ ഒക്കെ, അല്ലെങ്കിൽ ഇത്തരം സജ്ജന സംഗമത്തിനൊക്കെ ആളുകൾ വരുന്നത് ചിലപ്പോൾ 1 or 2 തവണ വന്നേക്കാം. അത് കഴിഞ്ഞ് പിന്നെ ആരും വരാറില്ല സാധാരണ. പക്ഷെ നിങ്ങളിൽ ചിലർ ഇങ്ങനെ കൂടെ വരുന്നു. അതെന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കൂടെ വരുന്നത് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു. അപ്പം മാസ്റ്റർ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. പക്ഷെ ഭഗവാൻ തന്നെ അതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞത്, അന്തരംഗ സംഘത്തിൽ ഉൾപ്പെട്ടവരല്ലെങ്കിൽ നിങ്ങൾ വരുമോ? അതായത് ഈശ്വരൻ്റെ അന്തരംഗ സംഘത്തിൽ, അത് ഭഗവാൻ നേരത്തെ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. മാസ്റ്റർ മഹാശയനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ബൽറാം ബസുവിനെ കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. കാര്യം നിങ്ങളെയൊക്കെ ഞാൻ മുൻ അവതാരകാലത്ത്, അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരകാലത്ത് നിങ്ങളെയൊക്കെ ഞാൻ ആ കൂട്ടത്തിൽ കണ്ടിരുന്നു എന്ന് സംശയിക്കുന്നു. കാര്യം നിങ്ങളൊക്കെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കണ്ടതായി ഓർക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ പഴയ അവതാരകാലത്തും ഉണ്ടായിരുന്നവരാണ് പിന്നീട് പാർഷദന്മാരായിട്ട് കൂടെ ജനിക്കുന്നത്. അങ്ങനെ ഒരു വ്യംഗ്യാർത്ഥം കൂടെ ഇവിടെ നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കൂടെ വരും. അപ്പോൾ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് എപ്പോഴും ഭഗവാനോടൊപ്പം നിൽക്കാനായിട്ട് ഭഗവാനോടൊപ്പം വരുന്നത്. അപ്പോൾ ഭഗവാനോടും ഭഗവത് കഥകളോടും ഭാഗവതത്തോടും എപ്പോഴും ചേർന്ന് നിൽക്കുന്നവർ എന്ന് പറയുന്നത് ഭഗവാനോടൊപ്പം എല്ലാ അവതാരകാലത്തും ഉണ്ടായിരുന്നവരാണ്. നമ്മളെല്ലാം ഇത് വായിക്കുമ്പോൾ അത്രയും ഇത് വായിക്കുന്നതിലൂടെ, ഭഗവത് കഥകൾ വായിക്കുന്നതിലൂടെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹർഷം തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ ആ ഭക്തി അങ്കുരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ ആനന്ദിക്കുന്നുവെങ്കിൽ, അതിൻ്റെ അർത്ഥം ഭഗവാനോടൊപ്പം നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ആസ്വദിക്കാനും ഇതിൻ്റെ കൂടെ സഞ്ചരിക്കാനും പറ്റുന്നത്. കോടാനുകോടി
ജീവജാലങ്ങളുള്ള ഈ മനുഷ്യനായാലും ജന്തുക്കളായാലും ഏതെങ്കിലും കോടാനുകോടി ജീവജാലങ്ങളുള്ള ഈ ഭൂമിയിൽ എത്ര പേർക്കാണ് ഈശ്വരനോടൊപ്പം സഹവസിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ എത്ര ശതമാനം പേർക്കാണ് ഈശ്വര കഥകൾ കേൾക്കാൻ അവസരം ഉണ്ടായിട്ടുള്ളത്? എത്ര ശതമാനം പേർക്കാണ് ആ ഈശ്വര കഥകൾ മനസ്സിലായിട്ടുള്ളത്? അപ്പോൾ അതെല്ലാം ഈ ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നവർ മാത്രമാണ് എപ്പോഴും ആ കൂട്ടത്തിൽ ഭഗവാൻ അവരെ എപ്പോഴും കൂടെ നിർത്തും. മറ്റൊരു അപകടവുമില്ലാതെ അവരെ ഇങ്ങനെ കൂടെ കൊണ്ടുപോകും. അത് ഏത് അവതാരകാലത്തും ഏത് പുനർജന്മങ്ങളിലും എല്ലാം ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്കൊക്കെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നിരിക്കണം. ഈശ്വരനോടൊപ്പം സഹവസിക്കാനുള്ളൊരു ഭാഗ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് വചനാമൃതം ആസ്വാദ്യകരമായി തീരുന്നതും മുടങ്ങാതെ അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായതെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പം, നിങ്ങൾ പിന്നെ വരില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നും പറയുന്നുണ്ട്. കാര്യം ഭഗവാൻ, അതാണ് ഈ മായയുടെ ഒരു ശക്തി. അല്പം മായയെ ബാക്കി വെക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എല്ലാ കാര്യങ്ങളും അങ്ങ് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവും ശിഷ്യനും ഇല്ല, അല്ലെങ്കിൽ ഈശ്വരനും ഭക്തനും ഇല്ല. അതാണ് ത്രിപുടി ഒന്നായി എന്ന് ഭാഗവതം പറയുന്നത്. ഭഗവാനും ഭക്തനും ഭാഗവതവും ഒന്നായിത്തീരും, പിന്നെ അവിടെ വ്യത്യാസമില്ല എന്ന് ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ അതേ ഉദാഹരണമാണ് പറഞ്ഞു. ഒരിക്കൽ ശുകദേവൻ ബ്രഹ്മജ്ഞാനം നേടാനായിട്ട്, ശുകദേവൻ ബ്രഹ്മജ്ഞാനം നേടാനായിട്ട് ജനകൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ജനകൻ പറഞ്ഞത്, ആദ്യം ദക്ഷിണ തരൂ എന്ന് പറഞ്ഞു. അതായത് ബ്രഹ്മജ്ഞാനം നൽകിയിട്ട്, സാധാരണ ആ ജ്ഞാനം നൽകിയിട്ടാണല്ലോ ഗുരുവിന് ദക്ഷിണ കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ജനകൻ പറഞ്ഞത്, ആദ്യം എനിക്ക് ദക്ഷിണ തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശുകദേവന് ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പോൾ ജനകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ ബ്രഹ്മജ്ഞാനം നിനക്ക് നൽകിക്കഴിഞ്ഞാൽ ഞാനും നീയും പിന്നെ ഒന്നായി. അപ്പം പിന്നെ എനിക്ക് ഗുരുദക്ഷിണ തരാൻ പറ്റില്ല, കാര്യം നമ്മൾ രണ്ടുപേരും പിന്നെ ഒന്നായി. അപ്പം അതാണ് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുത്ത്, ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പൂർണ്ണമായി റിവീൽ ചെയ്യില്ല. മാസ്റ്റർ മഹാശയനോട് പറഞ്ഞു, നിന്നോട് പൂർണ്ണമായി ഇതൊന്നും ഞാൻ റിവീൽ ചെയ്യില്ല. കാര്യം അങ്ങനെ വന്നാൽ എന്ത് പറ്റും? പിന്നെ ഇത് ഒരേപോലെ ആയിപ്പോവും. പിന്നെ എനിക്ക് നിന്നെ ഒരു ശിഷ്യനായി സ്വീകരിക്കാൻ പറ്റില്ല, നിന്നെ എൻ്റെ പാർഷദനായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാം ബ്രഹ്മത്തിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ എന്ത് പറ്റും? ഫങ്ഷൻ നടക്കാതാകും. കാര്യം നീ എന്ത് ഫങ്ഷന് വേണ്ടിയിട്ടാണോ ഇവിടെ വന്നത്, ആ ഫങ്ഷൻ നടക്കാതാകും. അതായത് പ്രധാനമായിട്ടും ആ ഫങ്ഷൻ എന്താണ്? വചനാമൃത രചന തന്നെയാണ്. അത് നടക്കാതായി പോകും. എത്ര രസകരമായിട്ടാണ് ഭഗവാൻ ആ കാര്യം പറഞ്ഞത് എന്ന് നമുക്കിവിടെ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ, ഈ 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി ഇതിൻ്റെ അടുത്ത 4-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ള ഇതിൻ്റെ 4-ാം അധ്യായം പിന്നെ പറയുന്നത്, മാസ്റ്റർ മഹാശയൻ ആ പൂന്തോട്ടത്തിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു വഴിയുടെ ഒരു വശത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുണ്ട്, സംഗീതശാല നഹബത്ത് ഒരു ഭാഗത്തുണ്ട്, ഇലഞ്ഞി മരങ്ങളുണ്ട്, പഞ്ചവടിയുണ്ട്, മറുവശത്ത് പൂനിലാവിൽ തിളങ്ങി നിൽക്കുന്ന ഗംഗാനദിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാണുകയാണ് മാസ്റ്റർ മഹാശയൻ. അവിടെ നടന്ന് മാസ്റ്റർ മഹാശയൻ ഈ ഇത് നമ്മുടെ ഇനിഷ്യേഷൻ കിട്ടിയതിന് ശേഷം, മന്ത്രദീക്ഷ കിട്ടിയതിന് ശേഷം മാസ്റ്റർ മഹാശയൻ്റെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ. ഇതുവരെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാസ്റ്റർ മഹാശയൻ്റെ കുറിച്ച് ഈ വചനാമൃതം ഇത്രയും വായിച്ചെടുത്ത് നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല. എല്ലാം ഒരു കാഴ്ചക്കാരനെ പോലെയാണ് കണ്ടത്. ഇവിടെ അതല്ല, ആസ്വദിക്കപ്പെടുക. അപ്പം മാസ്റ്റർ തന്നെത്താൻ പറയുകയാണ്, ഈശ്വരനെ കാണാം എന്നാൽ സത്യം തന്നെയോ? ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെ പറയുന്നു. അല്പം സ്വല്പം വല്ലതും ചെയ്താൽ ആരോ വന്ന് ഇതിലേ എന്ന് പറഞ്ഞു തരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഈശ്വരനെ കാണാം എന്നത് അപ്പം ഈശ്വരനെ കാണാൻ പറ്റുമോ? ഏതായാലും ഞാൻ മന്ത്രദീക്ഷയൊക്കെ സ്വീകരിച്ച് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു.
ഇനി അദ്ദേഹത്തെ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞാൻ ഒരു സാധകനായി ജീവിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ജീവിക്കാൻ പോയാൽ എനിക്ക് ഈശ്വരനെ കാണാൻ പറ്റുമോ? ശ്രീരാമകൃഷ്ണദേവൻ ഇതുവരെ പറഞ്ഞു തന്നത്, നീ ഈ സാധനാ ജീവിതത്തിലേക്ക് കടന്നാൽ പിന്നെ എങ്ങനെയാണ് ഈശ്വരനെ കാണേണ്ടത്, ഈശ്വരനെ സാക്ഷാത്കരിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്ക് പറഞ്ഞു തരാൻ ഇതിലേ എന്ന് പറയാൻ ഒരാളുണ്ടായി തീരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരാളുണ്ടാവും, അപ്പം നിനക്ക് അതിലേ സഞ്ചരിക്കാൻ പറ്റും എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ മാസ്റ്ററുടെ പിന്നെ തോന്നലുകളാണ്. ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് സഞ്ചരിക്കാനുള്ള മാസ്റ്ററുടെ ആ തോന്നലുകളാണ് ഇപ്പോൾ വരും. അപ്പം അത് വളരെ വ്യത്യാസം. എന്നിട്ട് മാസ്റ്റർ തന്നെ വിചാരിക്കുന്നുണ്ട്, അങ്ങനെ എനിക്ക് പറ്റുമോ? കാര്യം ഞാൻ കല്യാണം കഴിച്ചു പോയി, എനിക്കിതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇനി വരാൻ പറ്റൂ, എനിക്ക് കുട്ടികളുണ്ട്. അപ്പോൾ കുടുംബസ്ഥനായ എനിക്ക് അങ്ങനെ സാധിക്കുമോ? ഈ മന്ത്രദീക്ഷയൊക്കെ സ്വീകരിച്ച് ഞാൻ ഈ സാധകൻ്റെ രൂപത്തിൽ ഇവിടെ വന്ന് താമസിച്ച് ഇനി വീട്ടിലേക്ക് മടങ്ങിപ്പോകാതെ ഭാര്യയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തെ മുഴുവൻ ഉപേക്ഷിച്ച് എനിക്ക് ഇനി ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? അത് സാധ്യമാകുമോ? അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇനി ഈശ്വരനെ പ്രാപിക്കാൻ പറ്റുമോ? പിന്നെയും മാസ്റ്റർ ഇങ്ങനെ ആലോചിക്കുകയാണ്. തീർച്ചയായിട്ടും സാധിക്കണം, തീർച്ചയായിട്ടും അത് സാധിക്കണം. അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ എന്തിനിങ്ങനെ പറയണം? എന്നോട് ഏതായാലും ശ്രീരാമകൃഷ്ണദേവൻ എന്നെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എന്നെ നയിക്കാം എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ എനിക്കിതെല്ലാം സാധ്യമാകും എന്ന് മാസ്റ്റർ മഹാശയൻ ഇങ്ങനെ ആത്മഗതമാണ്. ഇനി മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ എന്നിട്ട് ആ ഭാഗത്ത് പറയുന്നതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുമൊക്കെ മാസ്റ്റർ മഹാശയൻ വളരെ വിപുലമായി എന്നാൽ വളരെ ചെറിയ 1-2 പാരഗ്രാഫിൽ ചിന്തിക്കുന്നതായിട്ടാണ് ആ 4-ാം അധ്യായം. എത്രമാത്രമാണ് ഒരു സാധകനായിട്ട് മാറുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ മഹാശയൻ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയതിന് ശേഷം വീട്ടിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് പോയി പിന്നീട് 5 ദിവസം കഴിഞ്ഞാണ് മാസ്റ്റർ മഹാശയൻ പുതിയൊരു തീരുമാനവുമായിട്ട് വീണ്ടും വരുന്നത്. അത് 1883 ഡിസംബർ 14-ാം തീയതി വെള്ളിയാഴ്ച ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് മാസ്റ്റർ മഹാശയൻ വീണ്ടും വരികയാണ്. ഈ വരവ് എന്തിനെന്ന് വെച്ചാൽ മാസ്റ്റർ മഹാശയൻ്റെ ഈ വരവ് ഭഗവാനോടൊപ്പം താമസിച്ച് സാധന ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, കൊള്ളാം, നീ വന്നത് നന്നായി. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമാണ്, ഈ വന്ന ദിവസം വളരെ നല്ലതാണ്. അപ്പോൾ നിനക്ക് സാധന ചെയ്യാനായിട്ട് ഇവിടെ താമസിച്ച് സാധന ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കിത്തരാം എന്ന് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട് പറയുന്നുണ്ട്. എന്നിട്ട് നിനക്ക് ഇവിടെ താമസിക്കാനുള്ള സ്ഥലം ഏർപ്പാടാക്കി. അപ്പോൾ അവിടെ നിന്ന് നിനക്ക് താമസിക്കാൻ അവിടെ സ്ഥലം ഏർപ്പാടാക്കിയെങ്കിലും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, നിനക്കിവിടുന്ന് ആഹാരം തരില്ല. കാരണം ഇവിടെ ആഹാരം നൽകുന്നത് ഇപ്പം എൻ്റെ അടുത്ത് വന്ന് സാധനാ ജീവിതത്തിന് വേണ്ടി വരുന്ന നിനക്ക് ക്ഷേത്രത്തിൽ അതിഥികൾക്ക് വേണ്ടിയിട്ടും സാധകർക്ക് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാർക്കും വേണ്ടിയിട്ട് തയ്യാർ ചെയ്ത ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല. അത് നിനക്ക് തരുന്നത്, കാര്യം എൻ്റെ പേരിൽ നിനക്കിവിടെ താമസിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ ചെലവ് ക്ഷേത്രത്തിന് കൊണ്ട് ആ ചെലവ് ചെയ്യിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അത് ഇവിടെ കൊടുക്കുന്ന ആഹാരം ഭിക്ഷുക്കൾക്കും സന്യാസിമാർക്കും അല്ലെങ്കിൽ അങ്ങനെ വന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിലെ ആഹാരം തയ്യാറാക്കിയിരിക്കുന്നത്, നിനക്കുള്ളതല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ സ്വയം ആഹാരം പാകം ചെയ്ത് വേണം ഇത് കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി വെക്കാനുള്ള ഇടം ഒക്കെ ഞാൻ തയ്യാറാക്കിത്തരാം. പിന്നെ നിനക്ക് പാല് വല്ലതും വേണമെങ്കിൽ ഒരു പാൽക്കാരനെ ഞാൻ ഏർപ്പാട് ചെയ്യാൻ രാമലാലിനോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് പാല് കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും പാല് കൊണ്ടുവരാൻ ഒരു പാൽക്കാരനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ ചിലവൊക്കെ നീ തന്നെ വഹിക്കണം. അങ്ങനെ ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് മാസ്റ്റർ മഹാശയന്. അങ്ങനെ ഒരു സാധകനായിട്ട് തന്നോടൊപ്പം മാസ്റ്റർ മഹാശയനെ
ആ സാധനാ ജീവിതം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാസ്റ്റർ മഹാശയനെ കൂടെ നിർത്തുന്നതാണ് ഈ 5-ാം അധ്യായത്തിൻ്റെ പ്രധാന കണ്ടന്റ്. അതാണ്. അപ്പോൾ ഇത് എന്നിട്ട് ആ സന്ദർഭത്തിലാണ് രാമലാലിനോട് അധ്യാത്മ രാമായണം വായിക്കാൻ ശ്രീരാമകൃഷ്ണൻ നേരത്തെ ഇത് മാസ്റ്റർ മഹാശയനോട് പിന്നെ ഭക്തമാല വായിക്കാൻ പറഞ്ഞതുപോലെ ഇപ്പം ഇന്ന് വന്നപ്പോൾ രാമലാലിനോടാണ് പറഞ്ഞത്. രാമലാലിനോട് പറഞ്ഞു അധ്യാത്മ രാമായണം വായിക്കാൻ പറയുകയാണ്. മാസ്റ്ററെ അവിടെ അടുത്തിരുത്തി അത് കേൾക്കാനായിട്ട്, അധ്യാത്മരാമായണം വായിക്കുന്നത് കേൾക്കാനായിട്ട് അടുത്ത് പിടിച്ചിരുത്തി അതും കേൾപ്പിക്കുകയാണ്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും ശ്രീരാമചന്ദ്രനും സീതാദേവിയും അയോധ്യയിൽ നിന്ന് 14 വർഷത്തെ കാനനവാസത്തിന് വേണ്ടി പുറപ്പെട്ട് സരയൂ നദി കടക്കാനായിട്ട് ആ നദിക്കരയിലെത്തുന്നതും ഗുഹൻ എന്ന് പറയുന്ന കാനന രാജാവ് ഗുഹൻ ശ്രീരാമചന്ദ്രനെ അക്കരെ കാനനത്തിലേക്ക് കടത്തുന്ന ആ ഒരു കടത്തുകടവിലെ ആ രംഗമാണ് ഇവരിവിടെ വായിക്കുന്നത്. വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണ് ഇവിടെ വായിക്കാൻ പറഞ്ഞ് ശ്രീരാമകൃഷ്ണദേവൻ വായിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഭാഗത്തിൻ്റെ സാങ്കത്യം? ഇങ്ങനെ ഒരു ഭാഗം എന്താണ് അതായത് ഇവിടെ ഗുഹന്റെ ഇതെല്ലാം മാസ്റ്ററെയാണ് പഠിപ്പിക്കുന്നത്. മാസ്റ്റർക്കുള്ള നേരത്തെ അന്ന് വന്നപ്പോൾ വായിപ്പിച്ച ആ ജയമല്ലൻ്റെ കഥ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ ശ്രീരാമചന്ദ്രനെ ഗുഹൻ കടത്തിവിടുന്ന ആ വഞ്ചിയിൽ കടത്തിവിടുന്നതായ ആ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഭഗവാന്റെ അടുത്ത് വരാനുള്ള അല്ലെങ്കിൽ ആ ഭഗവാനെ ആ തോണിയിൽ കയറ്റിയിരുത്തി തുഴഞ്ഞ് അക്കരെ കൊണ്ടുപോകാനുള്ള പ്രാപ്തി ഗുഹനില്ല. അപ്പോൾ അതിന് ഗുഹനെ പാകപ്പെടുത്തണമെങ്കിൽ ശ്രീരാമചന്ദ്രൻ ഈശ്വരൻ ഗുഹനെ തനിക്കൊപ്പമാക്കി തീർക്കുകയാണ് ആദ്യം ചെയ്യുന്നത്, സമാനനാക്കി തീർക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം ഈശ്വരൻ്റെ ഒരു കാരുണ്യം നോക്കുക. ഈശ്വരൻ ഗുഹനെ സമാനനാക്കി മാറ്റി. എങ്ങനെ സമാനനാക്കി മാറ്റി? ഈശ്വരൻ ഗുഹനെ ആലിംഗനം ചെയ്തു. ശ്രീരാമചന്ദ്രൻ ഗുഹനെ ആലിംഗനം ചെയ്തതോടുകൂടി ഗുഹനും ശ്രീരാമചന്ദ്രനും ഈശ്വരനും ഭക്തനും ഒരുപോലെ ആയിത്തീർന്നു, ഒരേപോലെ. അപ്പോൾ പിന്നീട് ഭക്തൻ്റെ ജോലി എന്താണ്? ഭക്തൻ്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നീട് ഭക്തൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈശ്വരന് എങ്ങനെയാണോ അങ്ങനെ ആയിത്തീരുന്നു ഭക്തനും. അതാണ് ഇവിടെ കാണുന്ന കാഴ്ച. എങ്ങനെ ആയിത്തീർന്നു? ഗുഹനെ സംബന്ധിച്ച് കാനന രാജാവാണ്, ആ ഒരു ചുറ്റുപാടിലുള്ള ആളാണ്. അദ്ദേഹത്തെ ആദ്യം തനിക്കൊപ്പമാക്കി തീർത്തു ഭഗവാൻ. പിന്നീട് സംഭവിച്ചതോ ശ്രീരാമചന്ദ്രൻ മരവുരി അവിടെ വെച്ചാണ് തൻ്റെ രാജകീയ വേഷങ്ങളെല്ലാം മാറ്റി ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണനും മരവുരി എല്ലാം അണിഞ്ഞ് കാനനവാസത്തിലേക്ക് ആ നദി കടന്ന് പോകുന്നത് അവിടെ മുതലാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഗുഹനും തൻ്റെ എല്ലാ വേഷങ്ങളും മാറ്റി ഗുഹനും മരവുരി എടുത്ത് ധരിച്ചു. ഭഗവാൻ എന്തായിത്തീർന്നു അതുപോലെ ഭക്തനുമായിത്തീർന്നു. പിന്നീട് നമുക്കിത് മനസ്സിലാവും. കാനനവാസം മുഴുവൻ കഴിഞ്ഞ് 14 സംവത്സരവും കഴിഞ്ഞ് രാവണ നിഗ്രഹവും കഴിഞ്ഞ് ഭഗവാൻ അയോധ്യയിലേക്ക് മടങ്ങി വരാൻ കാത്തിരിക്കുന്ന ഗുഹനെയാണ് പിന്നെ കാണുന്നത്. അങ്ങനെ ഭഗവാൻ വരാൻ വൈകുന്നു എന്നറിഞ്ഞ് ദേഹത്യാഗം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഗുഹനാണ് പിന്നെ കാണുന്നത്. ആ ഗുഹൻ പിന്നീട് ഒരിക്കലും തൻ്റെ ഒരു രാജാവെന്നുള്ള ഒരു ഘടനയിലല്ല ജീവിച്ചത്. സമ്പൂർണമായി ഈശ്വരനിൽ സമർപ്പിതനായി ആ മരവുരിയും അണിഞ്ഞ് ഏറ്റവും വലിയ സാധകനായി തൻ്റെ ജീവിതം മുഴുവൻ കഴിഞ്ഞ 14 സംവത്സരങ്ങളും ആ ഭഗവാനെ കടത്തിവിട്ട ആ കടവിൽ തന്നെയാണ് കഴിഞ്ഞുകൂടിയത്, തിരിച്ചു വരുന്നത് വരെ.
ആ തോണി പിന്നെ ഇക്കരയ്ക്ക് വന്നിട്ടില്ല. ഗുഹൻ പിന്നെ മടങ്ങിപ്പോയിട്ടേയില്ല. ഭഗവാൻ വരുന്നതും കാത്ത് 14 സംവത്സരമാണ് ഗുഹൻ അവിടെ കഴിഞ്ഞത്. വരാൻ വൈകുന്നു എന്നറിയുന്നത് ആ പറഞ്ഞ സമയത്ത് എത്താഞ്ഞിട്ട് ജീവത്യാഗം ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. ഹനുമാനാണ് പെട്ടെന്നെത്തി പറഞ്ഞത്, ഗുഹനെ തടഞ്ഞത്. ഹനുമാൻ തടഞ്ഞിട്ട് പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ സീതാദേവിയുമൊത്ത് ലക്ഷ്മണനുമൊത്ത് ഇതാ വരുന്നു എന്ന് ഹനുമാന്റെ അറിയിപ്പ് കിട്ടിയതോടുകൂടിയാണ് ഗുഹൻ തൻ്റെ ആ ജീവത്യാഗം ചെയ്യാമെന്നുള്ള അവസ്ഥയിൽ നിന്ന് പിന്മാറിയത്. ഇവിടെ എങ്ങനെയാണ് ഒരു സാധകനായി തീരേണ്ടത്? ഭഗവാന്റെ സവിധത്തിൽ എത്തിയാൽ, ശ്രീരാമകൃഷ്ണദേവന്റെ സവിധത്തിൽ എത്തിച്ചേർന്ന മാസ്റ്റർ മഹാശയൻ എങ്ങനെയായി തീരണം എന്ന് മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് രാമായണത്തിൽ നിന്ന് രാമലാലിനെ കൊണ്ട് വായിപ്പിക്കുന്നത്. അതാണ് ഒരു സാധകന്റെ അവസ്ഥ. അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ആ സാധക ജീവിതത്തിലേക്ക് പതുക്കെ 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 ഒരുക്കിയെടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇനിയും വരാനുള്ളത്. നമ്മളും യഥാർത്ഥത്തിൽ ആ സാധനാ ജീവിതത്തെ പൂർണ്ണമായി ബോധ്യപ്പെടുന്ന തരത്തിൽ നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളും അത്രയും ആ മാസ്റ്റർ മഹാശയന് ലഭിക്കുന്ന ആ പഠനങ്ങൾ മുഴുവനും നമുക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിന് നമ്മെ ഭഗവാൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ടാണ് നമുക്കിത് കേൾക്കാനും അല്ലെങ്കിൽ ഇതിങ്ങനെ പറയാനും അല്ലെങ്കിൽ ഇത് അനുഭവിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നത്. ഭഗവാൻ നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വചനാമൃതത്തിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ കഴിയാതെ പോകും. അങ്ങനെ എത്രായിരങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. അപ്പം അതിലെത്രയോ കുറച്ച് ആളുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീർന്നു, ഭഗവാന് പ്രിയപ്പെട്ടവരായി തീർന്നു എന്ന് നമുക്ക് സ്വയം ഒരു വിശ്വാസമുണ്ടാകും ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണെ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ നമസ്തേ. വളരെ മനോഹരമായ ഭാഗമാണ് ആ ഭഗവാന്റെ ഈ ഭാഗമൊക്കെ. അതെ 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 അതെ. അല്ല, നമുക്ക് എല്ലാ ദുഃഖങ്ങളും മാറും ഈ കഥകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ. നമുക്കൊരു ദുഃഖവും ഇല്ല ഇനി. കാര്യം ആ ദുഃഖം വരുമ്പോൾ നമ്മൾ ഈ കഥ ഓർത്താൽ തീർന്നു, നമ്മൾ വളരെ സന്തോഷവാനായി. നടക്കും നടക്കും നടക്കും, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ 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 തീർച്ചയായിട്ടും. പൂന്താനത്തിൻ്റെ കഥ അതെ അതെ അതെ. ഭഗവാൻ വരും. നമ്മൾ അത്രമാത്രം അതിൽ ഉറച്ചു നിന്നാൽ ഭഗവാൻ അത് വരും. കാര്യം ഭാഗവതം, വചനാമൃതം ഭാഗവതമാണല്ലോ. നമ്മൾ എത്രമാത്രമാണ് ഇതിനകത്ത് പൂർണ്ണമായും സമർപ്പിതമാകുന്നത് ഭഗവാൻ ബാക്കി കാര്യങ്ങൾ ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങൾ, അതിന് ഒരു സംശയവും വേണ്ട. നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ നിവർത്തിച്ചുകൊണ്ടേയിരിക്കും ദിനം പ്രതി. അതെ അതെ അതെ. അല്ല, ഞാൻ അത്ഭുതപ്പെടാണ്. കാര്യം ഇപ്പം ഈ ഒരു ഒന്നാം ഭാഗം തീരാറായി. ഏതാണ്ട് നമ്മൾ എത്ര നാളായി നമ്മൾ തുടങ്ങിയിട്ട്? 76 77 ആഴ്ചയായി. 77 ആഴ്ചയാണെന്ന് ആലോചിക്കണം. 77ാമത്തെ ആഴ്ചയാണിത്. അപ്പം അത് അതെ അതെ അതെ. അപ്പം തീർച്ചയായിട്ടും അത് ഈശ്വര സാക്ഷാത്കാരം ഇല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ എപ്പോഴേ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയേനെ. അതെ, ഇല്ല. ഈ ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കഥയൊക്കെ ഭഗവാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ട്. നമ്മളിത് പറയുമ്പോൾ ഭഗവാൻ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. നാമം ജപിക്കാം. അതെ അതെ. ഇത് രാമായണത്തിൻ്റെ ഇതിപ്പോൾ നോർത്ത് ഇന്ത്യൻ വെർഷൻസ് വേറെയും പലതും വരുന്നുണ്ടല്ലോ. അതാണ്. അതെ അതെ.
രാമായണം ഒരു 2000 വേർഷൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പല ഭാഗത്തായിട്ട്. എന്തായാലും നമുക്ക് അതും കിട്ടി. അതെ 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 അതെ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.